അങ്ങനെ നമ്മുടെ ഫാമിലി ഓൾ കേരള സൈക്കിൾ റൈഡ് കോഴിക്കോട് നിന്ന് നമ്മൾ നെക്സ്റ്റ് ജില്ല കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നെക്സ്റ്റ് ഞങ്ങൾ കണ്ണൂരാണ് പോവാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് ബീച്ചിൽ നിന്ന് രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മളെ റിപ്പോർട്ടർ ചാനലുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് കാപ്പാട് ബീച്ചിലാണ്. നമ്മൾ കോസ്റ്റൽ ഏരിയ വഴി പോകാൻ തന്നെ ഉദ്ദേശിച്ചത് കുട്ടികൾക്ക് ബീച്ച് വൈബൊക്കെ പിടിച്ചിട്ട് നല്ല രസമായിട്ട് സൈക്ലിംഗ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാപ്പാട് ബീച്ചിൽ എന്തായാലും ഒരു ഈവനിങ് വരെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അവിടെ കുട്ടികൾ ബീച്ചിൽ കുറച്ച് കൂടുതൽ നേരം കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പോയൊരു പീസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടൊരു ബീച്ച് വൈബ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ കാപ്പാട് ബീച്ച്. നമുക്ക് ഒരു രാവിലെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈവനിങ് വരെ തന്നെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ഫുഡ് കഴിക്കാൻ അതേപോലെ തന്നെ അവിടെ ഒരു കുറച്ച് അമ്മമാർ നടത്തുന്ന വനിതാ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു രാവിലെ പോയാൽ ഈവനിങ് വരെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അടിപൊളി നൈസ് പ്ലേസ് ആണ്. ഞാൻ കോഴിക്കോട് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നെങ്കിലും കാപ്പാട് ബീച്ചിൽ ഇതുവരെ പോയിട്ടുണ്ടായില്ല. നൈസ് ഏരിയയാണ്. അപ്പം നിങ്ങൾ കോഴിക്കോട് പോകണമെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാപ്പാട് ബീച്ച് അടിപൊളിയാണ്. അങ്ങനെ അവിടെ കുട്ടികളൊക്കെ ഒരുപാട് നേരം കളിച്ചു. മണലിലാണെങ്കിലും അതേപോലെ തന്നെ ബീച്ചിൽ ഒരുപാട് നേരം കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നമുക്ക് ഫ്രഷ് ആവാനൊക്കെ പ്രത്യേക ഏരിയ തന്നെയുണ്ട്. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മൾ വനിതാ ഹോട്ടലിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി റെസ്റ്റ് എടുക്കുകയാണ്. ഒരു 4 മണി വരെയൊക്കെ അവിടെ തന്നെ കിടന്ന് ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഞങ്ങളിനി അവിടുന്ന് റൈഡ് ചെയ്ത് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞങ്ങൾ സൈക്കിളൊക്കെ സേഫായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ സൈഡിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സൈക്കിൾ എടുത്തിട്ട് ഇനി ഞങ്ങൾ റൈഡ് ചെയ്ത് പോവാണ്. ഇനി പോകാൻ പോണ ലൊക്കേഷന് ഭയങ്കര അടിപൊളിയാണ്. ഇക്ക പറഞ്ഞതിൻ്റെ അടുത്ത് നീ ഇങ്ങനെ റൈഡ് ചെയ്ത് പോണത് ഇങ്ങനെ സ്വപ്നത്തിലൊക്കെ നമ്മൾ റൈഡ് ചെയ്ത് സൈക്കിളായിട്ട് റൈഡ് ചെയ്ത് പോകാൻ ആഗ്രഹിച്ചൊരു സ്പോട്ടിൽ കൂടിയാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൈക്കിളിൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ റൈഡ് ചെയ്ത് പോകുമ്പോഴാണ് റോഡ് ഭയങ്കര മോശമായിരുന്നു. ഇനി അങ്ങോട്ടുള്ളത് നല്ല രസമായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. റോഡ് ഭയങ്കര മോശമായിരുന്നു. പക്ഷേ കാഴ്ചകളും അവിടുത്തെ ഒരു ഏരിയ ഒക്കെ നല്ല ആംബിയൻസ് ഒക്കെ പിടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ രസമായിട്ട് കുറച്ച് നേരം ചവിട്ടും. നമ്മളെ സൈക്കിളിന് കംപ്ലൈൻറ്റ് വരുത്തണ്ട വിചാരിച്ചിട്ട് ഏറെക്കുറെ ഞാൻ ഉരുട്ടിയിട്ടാണ് പോയത്. പിന്നെ അവിടുത്തെ ഒരു ലൊക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഏറെക്കുറെ റോഡ് പണി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഈവനിങ് ആയിക്കണ്. ആ വെയിലിന് അങ്ങനെ അത്ര വലിയ ചൂടൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ചൊക്കെ പോയി കഴിഞ്ഞപ്പോൾ റോഡ് ഒക്കെ ഏറെക്കുറെ നല്ല റോഡായി. ഒരു അടിപൊളി സൺസെറ്റ് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് അധികം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഈ സൺസെറ്റൊക്കെ ആസ്വദിച്ചിട്ട് ബാക്കി റൈഡ് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നല്ലൊരു ലൊക്കേഷൻ കണ്ട് ഞങ്ങൾ സൈക്കിളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഇരുന്നു. ലൈഫിൽ ഇതേപോലെ നമ്മൾ സിമ്പിളായിട്ട് ഇരിക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ലൈഫ് ഭയങ്കര സിമ്പിളാണ്. നമ്മളതിനൊരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്നുള്ള സത്യമൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മളെ ലൈഫിൽ ഇതുപോലുള്ള റിലാക്സ് ആയിട്ടുള്ള ഒരുപാട് സമയം ഇപ്പം ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് ധൃതിയില്ല. നമുക്ക് പെട്ടെന്ന് എത്തണമെന്നില്ല, ടെൻഷനില്ല. അങ്ങനെ ഫ്രീ ആയിട്ടാണ് നമ്മൾ റൈഡ് ചെയ്ത് പോകണം. അങ്ങനെ കുറച്ച് നേരം ഈവനിങ്ങൊക്കെ വൈബൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ റൈഡ് ചെയ്ത് ഇപ്പോൾ ദാ കൊയിലാണ്ടി എത്തി. കൊയിലാണ്ടി എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കൊല്ലംചിറ എന്ന് പറയുന്ന ഒരു അമ്പലത്തിൻ്റെ പരിസരത്താണ് ഞങ്ങൾ ടെൻ്റ് അടിച്ചത്. അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവിടെ നിങ്ങൾക്ക് സേഫായിട്ട് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അവിടെ അന്ന് സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ മാത്രമല്ല അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കടൻ്റെ സൈഡിലാണ് ഞങ്ങൾ അവിടെ ടെൻ്റ് അടിച്ചത്. അപ്പോൾ ഞങ്ങളവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. നാളെ ഇനി എന്തായാലും രാവിലെ മോർണിംഗിൽ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ണൂർ പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം മനോഹരമായിട്ട് അവസാനിച്ചു.